T20 വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന ഇന്ത്യ നെതർലാൻഡ് പോരാട്ടം ഉജ്ജ്വലമായിരുന്നു, ഗംഭീരമായിരുന്നു. നെതർലാൻഡിന്റെ മുൻപിൽ 195 റൺസ് വിജയലക്ഷ്യം മുൻപോട്ട് വെച്ച ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രകടനമാണ് പലപ്പോഴും നെതർലാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 20-ാം ഓവറിന്റെ 3-ാം പന്ത് വരെ വിജയപ്രതീക്ഷ അവർ നിലനിർത്തി പൊരുതിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ പൊരുതി വീണു എന്ന് പറയുന്നതാവും ശരി. കളി അവസാനിക്കുമ്പോൾ 176 റൺസിന് 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഡച്ചുകാർ അവരുടെ പടയോട്ടം അവസാനിപ്പിച്ചു. തുടക്കം മുതൽ തന്നെ കൂറ്റൻ അടികൾക്ക് മുതിർന്നു വെറുതെ വിക്കറ്റ് കളഞ്ഞു കുളിക്കാതെ കൃത്യമായ ഇടവേളകളിൽ മോശം പന്തുകൾ കണ്ടെത്തി ബൗണ്ടറി കടത്തുകയും വളരെ പ്രൊഫഷണൽ ടച്ചോടുകൂടി ബാറ്റ് വീശി കാണികൾക്ക് മനോഹരമായ ക്രിക്കറ്റ് വിസ്മയം കാഴ്ചവെക്കുകയും ചെയ്ത നെതർലാൻഡ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്രിക്കറ്റാണ് തുടക്കം മുതൽ തന്നെ കാഴ്ചവെച്ചത്. നെതർലാൻഡ് പരാജയപ്പെട്ടുവെങ്കിലും അവരുടെ ബാറ്റിംഗ് ശൈലികൾ അത് കണ്ടിരിക്കുവാൻ തോന്നുന്ന വിധം അത്രമാത്രം മനോഹരമായിരുന്നു. ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. താരതമ്യേന ദുർബലരായ നെതർലാൻഡ്സിനെ അനായാസം നേരിടുകയും കൂറ്റൻ സ്കോർ കണ്ടെത്തുകയും ചെയ്യാം എന്ന പ്രതീക്ഷയിൽ ഇറങ്ങിത്തിരിച്ച ടീം ഇന്ത്യക്ക് ആദ്യ ഓവറിൽ തന്നെ തിരിച്ചടി നേരിട്ടു. ആദ്യ ഓവറിലെ 3-ാം ബോളിൽ അഭിഷേക് ശർമ്മ ക്ലീൻ ബോൾഡായി. T20 വേൾഡ് കപ്പിലെ 2 കളികളിലും സമ്പൂർണ്ണ പരാജയമായി മാറിയ അഭിഷേക് ഇന്നും ആ പതിവ് തെറ്റിച്ചില്ല. 0-നായി അയാൾ പുറത്തേക്ക് പോയി. ആര്യന്തത്തിന്റെ ഉജ്ജ്വലമായൊരു ബോളിലായിരുന്നു അഭിഷേക് വീണത്. തുടർന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ കൂറ്റൻ അടികളോടെ അടുത്തൊരു വിരുന്ന് കാണികൾക്ക് വേണ്ടി ഒരുക്കുവാൻ തയ്യാറായി വെടിക്കെട്ട് തുടങ്ങി വെച്ച ഇഷാൻ കിഷൻ 3-ാം ഓവറിൽ ആര്യന്തത്തിന്റെ തന്നെ പന്തിൽ പുറത്താക്കപ്പെട്ടു. ആര്യന്തത്ത് എറിഞ്ഞ ഒരു ഷോർട്ട് ബോൾ ഇഷാൻ പിറകിലേക്ക് നീങ്ങി ലൈനിന് കുറുകെ ശക്തമായി ആഞ്ഞടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ ഷോട്ട് തനിക്ക് മിസ് ചെയ്തു. പന്ത് ഇഷാന്റെ പാടിൽ തട്ടി മുകളിലേക്ക് പൊങ്ങുന്നു. തുടർന്ന് കയ്യിൽ തട്ടി അത് സ്റ്റംപിലേക്ക് ഉരുണ്ടെത്തുന്നു. ബെയില് താഴെ വീഴുന്നു. സ്റ്റംപിലേക്ക് പന്ത് പോകുന്നത് തടയുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ബാറ്റ് വളരെ ഉയരത്തിലായതിനാൽ കൃത്യസമയത്ത് താഴത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനും ആ ബോളിനെ തടഞ്ഞു നിർത്തുവാനും കഴിഞ്ഞില്ല. ആ ഒരു ബോളിലൂടെ നെതർലാൻഡ്സിന് ലഭിച്ചതൊരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. അതോടെ ഇന്ത്യയുടെ 2 ഓപ്പണർമാരും പവലിയനിലേക്ക് മടങ്ങിയെത്തി. ഇഷാൻ ഔട്ടാകുമ്പോൾ 7 പന്തിൽ നിന്നും 18 റൺസായിരുന്നു തന്റെ പേരിൽ കുറിച്ചിരുന്നത്. തുടർന്നെത്തിയ സൂര്യകുമാർ യാദവ് താളം കണ്ടെത്തുവാൻ ഏറെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു. നെതർലാൻഡ്സ് ബൗളർമാരുടെ കൃത്യതയാർന്ന ബോളുകളുടെ മുമ്പിൽ കൂറ്റൻ അടികൾക്ക് ശ്രമിക്കാതെ തുടർന്ന് മെല്ലപ്പോക്ക് എന്നുള്ളൊരു നയമാണ് ഇന്ത്യ പുറത്തേക്കെടുത്തത്. ഇതിനിടയിൽ 8-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് ഉയർത്തിയടിച്ചൊരു പന്ത് ബൗണ്ടറിയിൽ കൈവിട്ട നെതർലാൻഡ് സൂര്യയ്ക്ക് ഒരവസരം കൂടി നൽകി. എന്നാൽ അതേ ഓവറിൽ തന്നെ 6-ന് വേണ്ടി ശ്രമിച്ച തിലക് വർമ്മയ്ക്ക് പക്ഷേ സൂര്യയ്ക്ക് ലഭിച്ചതുപോലുള്ള ഒരു ലൈഫ് ലഭിച്ചില്ല. റൂലോഫ് വാൻഡർ മാർവേ എന്ന നെതർലൻഡ് താരം ഒരു ഗോൾ കീപ്പറെ പോലെ ഡൈവ് ചെയ്ത് ബൗണ്ടറി ലൈൻ അരികിൽ വെച്ച് അത്ഭുതകരമായി തിലക് വർമ്മയുടെ ക്യാച്ച് എടുത്ത് അയാളെ പുറത്താക്കി. 27 പന്തിൽ നിന്നും ആ സമയത്ത് 31 റൺസായിരുന്നു തിലക് വർമ്മയുടെ സമ്പാദ്യം. തുടർന്നെത്തിയത് ശിവൻ ദുബെ ആയിരുന്നു. വന്നപ്പോൾ തന്നെ ഉജ്ജ്വലമായ ഒരു LBW അപ്പീലിനെ അതിജീവിച്ച് അയാൾ മെല്ലെ കളം നിറഞ്ഞ് കളിക്കുവാൻ തുടങ്ങി. തുടർന്ന് ആക്രമൻ എറിഞ്ഞ ഒരു ഓവറിൽ 2 6-ഉം ഒരു 4-ഉം ഉൾപ്പെടെ 19 റൺസ് ശിവൻ ദുബെ അടിച്ചുകൂട്ടി. അതോടെ ഗ്യാലറിയിൽ മെല്ലെ ഇളക്കവും തുടങ്ങി. ശിവം ദുബെ എത്തിയതോടുകൂടി സൂര്യകുമാറും ശിവൻ ദുബെയും ചേർന്നൊരു നല്ല കൂട്ടുകെട്ട് സൃഷ്ടിച്ചെടുക്കും എന്നുള്ള പ്രതീതി ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് സൂര്യയെ നെതർലൻഡ് വീഴ്ത്തുന്നത്. ലോങ് ലെഗിലേക്ക് തൊടുത്തുവിട്ടൊരു ബോൾ കൃത്യമായി ഫീൽഡർ കൈകളിൽ ഒതുക്കിയപ്പോൾ സൂര്യകുമാർ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ക്രീസിൽ പകച്ചു നിന്നുപോയി. പിന്നീട് എത്തിയത് കൂറ്റൻ അടികളുടെ രാജാവായ സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യയാണ്. പക്ഷേ ഹാർദിയും താളം കണ്ടെത്തുവാൻ പാടുപെടുന്ന കാഴ്ച കണ്ടു. സിംഗിളുകളിൽ കൂടി ഹാർദിയ മുൻപോട്ട് പോകുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. 15 ഓവറുകൾ പിന്നിടുമ്പോൾ ടീം ഇന്ത്യ 118-ന് 4 എന്ന നിലയിൽ പരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യതയാർന്ന ഫീൽഡിംഗ് പൊസിഷനുകൾ ഒരുക്കി അതിലും കൃത്യമായ ബോളിംഗ് തന്ത്രങ്ങളുമായി കൂറ്റൻ റണ്ണൊഴുക്ക് എന്ന ഇന്ത്യയുടെ സ്വപ്നത്തെ നെതർലൻഡ് വരിഞ്ഞു മുറുക്കി കളഞ്ഞു. എങ്കിലും 17 ഓവറുകൾ പൂർത്തിയായപ്പോൾ ശിവം ദുബെ തന്റെ വ്യക്തിഗത സ്കോർ 50-ലേക്ക് എത്തിച്ചു. 25 ബോളുകൾ നേരിട്ട് 5 6-ഉം 2 4-ഉം ഉൾപ്പെടെയായിരുന്നു ശിവൻ ദുബെ 50 തികച്ചത്. ഇതിനിടയിൽ ഹാർദിക് പാണ്ഡ്യ തന്റെ T20 കരിയറിലെ വളരെ സുപ്രധാനമായ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടു. അത് 6000 റൺസ് എന്നുള്ള നാഴികക്കല്ലായിരുന്നു. അതും 19-ാം ഓവറിൽ നെതർലൻഡ്സിന്റെ ബൗളർ കെൽവിനെ 6 അടിച്ചുകൊണ്ടായിരുന്നു 6000 തികച്ചത്. 19-ാമത്തെ ഓവറിൽ 20 റൺസാണ് ശിവം ദുബെയും ഹാർദിക് പാണ്ഡ്യയും കൂടി അടിച്ചുകൂട്ടിയത്. 20-ാം ഓവറിൽ ഇന്ത്യക്ക് ശിവം ദുബെയെ നഷ്ടപ്പെട്ടു. 31 ബോളിൽ 66 റൺസായിരുന്നു അപ്പോഴേക്കും ശിവൻ ദുബൈക്ക് നേടുവാൻ കഴിഞ്ഞത്. അതിൽ 6 സിക്സറുകളും 4 4-ഉം ഉൾപ്പെട്ടിരുന്നു. തുടർന്നെത്തിയ റിങ്കു സിംഗിന് 3 ബോളുകൾ മാത്രമേ നേരിടുവാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും ആ ബോളുകളിൽ ഒരു ഉജ്ജ്വലമായ 6 റിങ്കുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 20-ാം ഓവറിന്റെ അവസാന ബോളിൽ ഹാർദിക് പാണ്ഡ്യയും വീണു. ബാറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 193-ന് 6 എന്ന നിലയിലായിരുന്നു. നെതർലാൻഡിനു വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുവാൻ എത്തിയത് മൈക്കിൾ ലെവിറ്റും മാക്സ് ഒഡൌഡുമായിരുന്നു. ഇരുവരും ചേർന്ന് ഇന്ത്യൻ ബൗളിംഗ് നിരയെ വളരെ അനായാസം നേരിടുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു.
ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീണത് ആദ്യത്തെ ഓവറിന്റെ 3-ാം ബോളിലായിരുന്നുവെങ്കിൽ നെതർലൻഡിന്റെ ആദ്യ വിക്കറ്റ് വീഴുന്നത് 6-ാമത്തെ ഓവറിലായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് വേട്ട തുടങ്ങി വെച്ചത് വരുൺ ചക്രവർത്തിയാണ്. 18 ബോളുകളിൽ നിന്നും 20 റൺസ് നേടുന്ന മാക്സ് ഒഡൌഡിനെയാണ് വരുൺ ചക്രവർത്തി മടക്കി അയച്ചത്. ബാറ്റിംഗിൽ ഇന്ത്യയെ പോലെ തന്നെ മെല്ലപ്പോക്ക് നയമായിരുന്നു നെതർലാൻഡിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. കുറച്ചുകൂടി ശ്രദ്ധയോടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ അനായാസം അവർക്ക് ഇന്ത്യൻ സ്കോർ മറികടക്കുവാൻ കഴിയുമായിരുന്നു എന്നുള്ളത് കളി കണ്ടിരുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. 13.4 ഓവർ പിന്നിടുമ്പോൾ നെതർലാൻഡ് 111-ന് 4 എന്ന നിലയിലായിരുന്നു. എന്നാൽ രസകരമായ ഒരു കാര്യം, ഇതേപോലെ തന്നെ 13.4 ഓവറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ 112-ന് 4 എന്ന നിലയിലുമായിരുന്നു. 15 ഓവറുകൾ പിന്നിടുമ്പോൾ നെതർലൻഡ്സ് 118-ലെത്തി. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇന്ത്യക്കും 118 സ്കോർ. ഇന്ത്യയുടെ വെടിക്കെട്ട് ആരംഭിച്ചത് 16-ാം ഓവർ മുതലായിരുന്നുവെങ്കിൽ നെതർലൻഡും അതേ ശൈലിയിൽ തന്നെ മുൻപോട്ട് പോയി എന്നുള്ളത് രസകരമായ കാര്യമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണുകൊണ്ടിരുന്നു എങ്കിൽ പോലും വാലറ്റക്കാർ പോലും റൺസ് അടിച്ചു കൂട്ടുന്നതിൽ മികവ് കാണിച്ചു എന്നുള്ളതാണ് അവരുടെ വലിയൊരു പ്ലസ് പോയിന്റായി കാണുവാൻ കഴിയുന്നത്. കളിയുടെ അവസാന ഘട്ടത്തിൽ 6 ബോളുകളിൽ നിന്നും 28 റൺസ് എന്ന വിജയലക്ഷ്യമായിരുന്നു നെതർലാൻഡ്സിന്റെ മുൻപിലുണ്ടായിരുന്നത്. 20-ാം ഓവറിന്റെ 3 ബോളുകൾ പിന്നിടുമ്പോഴും നെതർലാൻഡ്സ് വിജയപ്രതീക്ഷ നിലനിർത്തി. അപ്പോഴേക്കും പ്രധാനപ്പെട്ട പല വിക്കറ്റുകളും വീണു കഴിഞ്ഞിരുന്നു. ഒടുവിൽ 17 റൺസിന് ഇന്ത്യ വിജയിച്ചു കയറി. എന്തായാലും ഇന്നത്തെ കളിയിൽ നെതർലാൻഡ്സിന്റെ മുമ്പിൽ ഇന്ത്യ തോറ്റില്ല എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ്. ഇതിനിടയിൽ ഫീൽഡിങ്ങിൽ പലയാവർത്തി ഇന്ത്യക്ക് ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ തിലക് വർമ്മ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ്. തിലക് വർമ്മയുടെ കൈകൾ ഒരു ഘട്ടത്തിലും സുരക്ഷിതമായിരുന്നില്ല. കഴിഞ്ഞുപോയ കളികളിലൊക്കെ എത്ര ക്യാച്ചുകളാണ് അയാൾ മിസ് ചെയ്യുകയും ബൗണ്ടറിയിൽ എത്ര ബോളുകളാണ് അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നത്. ഇന്നും അതിൻ്റെ അതേ ആവർത്തനം തന്നെ കാണുവാൻ കഴിഞ്ഞു. ഫീൽഡിങ്ങിൽ തിലക് വർമ്മ അൻപെ പരാജയമാണ് എന്നെടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. വിലപ്പെട്ട പല ക്യാച്ചുകൾ അയാൾ ഇന്നും മിസ് ചെയ്തു. അനായാസം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുന്ന പല ക്യാച്ചുകൾ പോലും തിലക് വർമ്മയുടെ കയ്യിൽ നിന്നും ഊർന്നു താഴേക്ക് വീണു പോകുന്നത് സങ്കടത്തോടു കൂടി മാത്രമേ നോക്കി നിന്ന് കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ നെതർലാൻഡ്സിന്റെ ഓരോ ഫീൽഡർമാരും ഫീൽഡിൽ അസാമാന്യമായി മികവ് കാണിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. നെതർലാൻഡ്സിന് വേണ്ടി ബാറ്റ് ഏന്തിയവരിൽ ആര്യൻ ദത്ത് ഒഴികെ ബാക്കിയുള്ള മിക്കവരും 20 റൺസിന് മുകളിൽ വ്യക്തിഗത സ്കോർ അടിച്ചു കയറ്റി. 15 റൺസ് എടുത്ത എഡ്വാർഡ് മാത്രമായിരുന്നു അതിനല്പമെങ്കിലും ഒരപവാദമായി മാറിയത്. എന്തായാലും ഈ വിജയത്തോടെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിക്കൊണ്ട് ഇന്ത്യ സൂപ്പർ 8-ലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ്. വരുവാൻ പോകുന്ന പോരാട്ടങ്ങൾ നിശ്ചയമായും തീപാറുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെർഫോമൻസിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യക്ക് പഠിക്കുവാനുണ്ട്, അത് പ്രാവർത്തികമാക്കുവാനുമുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ശിവം ദുബെ 2 വിക്കറ്റുകൾ പിഴുതു. മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ഓരോ വിക്കറ്റുകളും നേടി. ഇന്നത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി മാറിയത് 66 റൺസ് നേടി ടോപ്പ് സ്കോറർ ആവുകയും 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ശിവം ദുബെയാണ്. സൂപ്പർ 8-ൽ അസാമാന്യ മികവോടുകൂടി ടീം ഇന്ത്യ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.